നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സുവല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമൊക്കെയാണോ? ഓണമൊക്കെ ആയോ? എന്നെ പറയുന്ന ഓണത്തിന്റെ സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങിയോ? ഞാൻ അതുകൊണ്ട് ഓണത്തിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും. എൻ്റെ ഒരു ഇതാണേ, ഓണം അങ്ങോട്ട് വന്ന് കയറുന്ന തലേ ദിവസം പോയി ഡ്രസ്സ് എടുക്കുന്നവരുണ്ടോ എന്നുള്ള കാര്യം ഉണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത്ര ഉണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും ഒരു കൊച്ചു വീഡിയോ കാണിച്ചേക്കാം. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് വീഡിയോ ഉള്ളതല്ലേ, അപ്പൊ അതിനൊരു മുടക്കം വരണ്ടെന്ന് ഓർത്ത് ഞാനൊരു 3 ടൈപ്പ് സാരി ആണ് കാണിക്കുന്നത്. ജാംദാനി വീവിങ് വരുന്ന ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ജാംദാനി വീവിങ്, ജാംദാനി മെറ്റീരിയൽ, ജാംദാനി സിൽക്ക്, അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുന്നത് ഇതൊരു സാരി. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഡിസൈനർ സാരിയുടെ ഒക്കെ ഒരു ഗെറ്റപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇതിനെ ഞാൻ എങ്ങനെയൊന്ന് കാണിച്ച് ഫലിപ്പിക്കും എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാകുന്നു. പക്ഷെ എനിക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാരി. ഇത് കണ്ടോ, ഈ ഡിസൈൻ നിങ്ങളുണ്ട്, ഇത് മുന്താണിക്ക് വരുന്ന ഡിസൈനാണ്. ഇത് മുഴുവനും വീവിങ്, പ്രിന്റ് അല്ല, വീവിങ്. അത് കണ്ടോ, വീവ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബോഡിയെ പോയിരിക്കുന്ന വരകള്, അത് പ്രിന്റ് ആണ്. ഈ ഒരു പൂക്കളുടെ ഡിസൈൻ ഇല്ലേ, പൂക്കളുടെ ഡിസൈൻ, അതായത് മുന്താണിക്ക് പോകുന്നുണ്ട്, താഴത്തെ ബോർഡർ പോകുന്നുണ്ട്. ഇത് മുഴുവനും വീവ് ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ, ഇങ്ങനെ വീവ് ചെയ്തിരിക്കുന്ന. പക്ഷെ ആ വീവിങ് ഒരു തുള്ളി പോലും കുത്തിക്കൊള്ളു അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. അതാണ് ജാംദാനിയുടെ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കും സാരി. ഇതിപ്പോ ഒരു പിസ്ത ഗ്രീന്റെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരും. പിസ്ത ഗ്രീനും ഒരു ചന്ദന ഷെയ്ഡും കൂടെ കൂടി മിക്സ് ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡ്. ഇനി ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴത്തേണ്ട് ഇങ്ങനെ വരും, ബൂട്ടാസ് വരുന്ന ബ്ലൗസ്. ഇത് 1499 സാരിയാണ്. 1100 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇതും സിംഗിൾ പീസസേ ഉള്ളൂ, അങ്ങനത്തെ സെറ്റ് മാത്രമേ ഉള്ളൂ. ഉണ്ടോ, നല്ല സാരിയാ. ഈ പറഞ്ഞ പോലെ വീവിങ് സാരിയാന്ന് ഓർക്കണം, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു ക്ലാസി ടച്ച് തരുന്ന ആ ടൈപ്പ് ഓഫ് സാരി. ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം. ഇതാ ഇങ്ങനെ ഒരു കളറ്. ഈ ഒരു കളറ് ഏത് കളറാന്ന് ചോദിച്ചാൽ ഒരു പീച്ചിന്റെ ഒരു ഷെയ്ഡ് വരും, പീച്ച് ആൻഡ് വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കളർ. പീച്ച് അല്ലെങ്കിൽ ഒരു ഒനിയന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, എന്നിട്ട് കളർ വരുന്ന ഒരു ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഇതിൽ വരും. ഇങ്ങനെ വരും. ബ്ലൗസ് കാണിച്ചല്ലോ. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കും സാരി. താഴെ മാത്രം ഈ ഒരു വലിയ ബോർഡർ. ഈ ബോർഡർ എന്ന് പറയുന്നത് വീവിങ് ആണ്, അത് നിങ്ങൾ ഓർക്കണം. എപ്പോഴും ഞാൻ അത് എടുത്തു പറഞ്ഞു. ഇത് തന്നെ മുന്താണിക്കും വരും. കളർ ചേഞ്ചസ് ആണ്. ഇത് വന്നിട്ട് അടുത്തത് വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡ്. കണ്ടോ, നല്ല ഒരു, ഞാൻ എന്നെ നോക്ക്, നല്ല ഒരു ക്ലാസി ഡിസൈനർ ടച്ച് തരുന്ന ടൈപ്പ് ഓഫ് സാരീസ്. ഇത് ശരിക്കും ആ ഒരു താഴത്തെ ബോർഡറിലേക്ക് നിങ്ങളൊരു സാരി ഫോളും കൂടെ പിടിപ്പിച്ചിട്ട് ഉടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസി ടച്ച് കിട്ടും. അതിനൊരു ശരിക്കും ഇതിന് ഗോൾഡ് അല്ല ചേരുന്നത്, ഗോൾഡിനെ കഴിഞ്ഞും പേളോ മുത്തോ ഒക്കെ എന്നാണ് മൈ ഒപ്പീനിയൻ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഉടുത്തോ. ഞാൻ പറയുന്നത് എൻ്റെ ഒരു നോട്ടത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി നല്ലൊരു യെല്ലോ കളറ്, ഒരു തെളിഞ്ഞ ഒരു മസ്റ്റാർഡ് അല്ല, ഒരു നല്ലൊരു യെല്ലോ കളർ, ചന്ദന കളർ കടുത്ത് യെല്ലോയിലേക്ക് വന്നു കഴിയുമ്പോൾ വരുന്ന ഒരു കളർ. അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു വർക്ക്. ഈ വർക്ക് പിന്നെയും ഞാൻ പറയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വീവിങ് ആണ്, ഇത് പ്രിന്റ് അല്ല. അതാണ് ഇതിന്റെ ഒരു ഞാൻ കാണുന്ന ഏറ്റവും വലിയ ബ്യൂട്ടി. കണ്ട പ്രിന്റ് അത്രയ്ക്ക് പെർഫെക്ഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത്, വീവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ സാരിക്കാണ് 1100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇത് അടുത്ത ഒരു കളർ, ബേജ് കളറിന്റെ അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡ്. ബേജ് എന്ന് പറയാൻ പറ്റത്തില്ല, സാൻഡൽ ഷെയ്ഡ്. അതിന് സാൻഡൽ ഷെയ്ഡ് വിത്ത് ബ്ലാക്ക്. ഞാൻ എല്ലാത്തിൻ്റെ ആദ്യം ഫസ്റ്റ് കാണിച്ച സാരിയിൽ ബ്ലൗസും മൊത്തം ഡീറ്റെയിലിംഗ് എല്ലാം കാണിച്ചല്ലോ. ഇനിയൊരു നമ്മളുടെ ജൂട്ട് ബനാറസി ഉണ്ടോ. ഈ സാരി ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടുത്ത ഒരു സാരി ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് മുന്നേ. ഇച്ചിരി ബാക്കിലോട്ട് ഷോർട്സ് പോയി നോക്കി കണ്ടാലറിയാം. ഇത് ഭയങ്കരമായിട്ട് എൻക്വയറി ആയിരുന്നു. അതുവഴിക്ക് തന്നെ കുറേ എണ്ണം സെയിലായി. കണ്ടോ, നല്ല ഒരു പാരറ്റ് ഗ്രീൻ ജൂട്ടാണ് മെറ്റീരിയൽ. അതുപോലെ ബോഡിയിലേക്ക് വരുമ്പോൾ പീച്ച്. ഈ ജൂട്ട് പീച്ചും പാരറ്റ് ഗ്രീൻ്റെ കൂടെ ചേർന്നുള്ള കോമ്പിനേഷൻ അങ്ങനെ ഒരു റെയറാ അല്ലേ, എപ്പോഴും നമ്മൾ കണ്ടുമടുത്ത ഒരു കോമ്പിനേഷൻ അല്ലല്ലോ. ഇതാണ് ഇതിന്റെ മുന്താണി എന്ന് പറയുന്നത്. പിന്നെ ബ്ലൗസ് വരുമ്പം
ഈ ഒരു ബ്ലൗസ് വരും. ഇതിൻ്റെ ബ്ലൗസാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കയ്യിൽ ഈ ഒരു മറ്റേ നമ്മുടെ ബനാറസിയുടെ ഒരു വീവിങ് വരുന്ന ബോർഡർ വരുമ്പോൾ അതിന് ഭയങ്കര ഒരു ഭംഗിയാണ്, ഭയങ്കര ഒരു എടുപ്പാണ്. നിങ്ങൾ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഞാനല്ലെങ്കിൽ ആ ഷോർട്സ് ഒന്നും കൂടെ എടുത്തിടാം, അപ്പം നിങ്ങൾ ഒന്നുകൂടെ കണ്ടാൽ മതി. നല്ല രസം. അത് ഒത്തിരി പേർക്ക് ഇഷ്ടമായിരുന്നു. എനിക്കും എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആയിരുന്നുകൊണ്ടാണ് ഞാനതെടുത്ത് ഉടുത്തൊരു വീഡിയോ ചെയ്തേക്കാം എന്ന് വെച്ചത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറയുന്ന പോലെ ഈ ജൂട്ട് സാരീസ് ഒത്തിരി വരുന്നുണ്ട്, കൂടിയതും കുറഞ്ഞതും മീഡിയം റേഞ്ചസിലൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് കൂടുതലാണോ, വെട്ടം കൂടുതലല്ലേ? അതായത് സാരിക്കകത്ത് സാരി ഈ പച്ചയ്ക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ഈ കളർ കാണിക്കുമ്പം വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര കളറായിട്ട് തോന്നും, ഓവർ പച്ചപ്പ്, ഇങ്ങനെ കണ്ണടിച്ച് പോകുന്നു. അങ്ങനെയല്ല, നല്ല കളർ. നമുക്ക് കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കാണും നമ്മളെ മുഖത്ത്. എന്താ ഇങ്ങനെയല്ലേ വരുന്നത്, ഇങ്ങനൊരു കണ്ണൊന്നും വികസിച്ച് വരത്തില്ല, ആ ഒരു സാധനം വരുന്ന ഒരു കളറാണ്. വികസിപ്പിക്കണ്ട, അല്ലെ തന്നെ ഉണ്ടക്കണ്ട. എന്നെ പണ്ട് കൊച്ചിലെയൊക്കെ എല്ലാവരും ഉണ്ടക്കണ്ണീന്ന് വിളിക്കായിരുന്നേ. ഇങ്ങനെ അമ്മയൊക്കെ വഴക്കൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, കണ്ണ് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലോ, കവൾ ഇത്രയും ചാടി വരും, കണ്ണ് ഇങ്ങനെ ഊർത്ത് വരും, ഉണ്ടക്കണ്ണി എന്നിട്ട് എല്ലാവരും വിളിക്കുമായിരുന്നു. പക്ഷെ വലുതായപ്പോഴത്തേനും മുഖത്തൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ വരുമ്പോൾ നമ്മുടെ കണ്ണുകളെല്ലാണല്ലോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എനിക്കിങ്ങനെ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ കണ്ണ് ചെറുതായി പോകുന്ന പോലെ ഇരിക്കുന്നു. കണ്ണ് ചെറുതായി ഇങ്ങനെ ഐ ബാഗ് ഒക്കെ വരും, അങ്ങനത്തെ ഇതൊക്കെ വരും. അപ്പം ഞാൻ എന്നിട്ട് ചിലപ്പോൾ എനിക്ക് ഭയങ്കര എന്നെ ഉണ്ടക്കണ്ണീന്ന് വിളിക്കുന്ന ചെറിയ പ്രായത്തിൽ എനിക്ക് ദേഷ്യമായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കും, എൻ്റെ കണ്ണ് കുഞ്ഞാക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ ഉണ്ടക്കണ്ണ് തിരിച്ച് കിട്ടാൻ ഭയങ്കര ആഗ്രഹമാണ്. മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോകത്തില്ലേ. ചില ദിവസം ക്ഷീണമൊന്നും ഇല്ലാത്ത ദിവസം ഓക്കെയാണ് ശരിക്കും എൻ്റെ കണ്ണ്. എനിക്ക് ഇപ്പൊ എൻ്റെ കണ്ണ് വന്നെന്ന് ഞാൻ പറയും. ഇതിന് ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ അല്ലേ. അപ്പം പിന്നെ ഒരൊറ്റ സാരിയും കൂടെ ഉണ്ട്. ആ സാരി നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നമുക്ക് യൂട്യൂബിൽ ഒത്തിരി ഈ ഷോർട്സ് കണ്ടിട്ട് തന്നെ ഒത്തിരി കണക്കിന്, എത്രയോ കണക്കിന് ആൾക്കാർ ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സാരി. ഇതിന്റെ ഞാൻ വീഡിയോയിൽ ഒന്നും കാണിച്ചിട്ടില്ല. ഇതൊരു ടിഷ്യൂ സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ. ഇത് ഇപ്പം സൈഡിൽ ചെക്ക് ബോർഡർ, മൾട്ടി കളറിൽ ചെക്ക് ബോർഡർ വരുന്ന സാരീസ് ഒത്തിരി ഇപ്പൊ ഡിമാൻഡ് ആണല്ലോ. ഇതാണ് ഇതിന്റെ മുന്താണി. ഞാൻ ഓൺലൈനിൽ കാണിക്കാത്തതുകൊണ്ട് മാത്രം ഞാനൊന്ന് കാണിച്ചത്. ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് ഓൾറെഡി കിട്ടിയും കാണും. കിട്ടിയവരുണ്ടെങ്കിൽ ഇതിന്റെ ഒന്ന് ഫീഡ്ബാക്ക് കമന്റ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒത്തിരി പേര് ഞങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളോ നമ്മളെടുത്ത് ഉടുത്ത് ഇങ്ങനെ ഒരു ഇതുപോലെ ചെയ്യുന്നത്. അതിന്റെ ബ്ലൗസ് ഇത് തന്നെ കേട്ടോ. ബ്ലൗസ് ഈ സെയിം തന്നെയാണ്, ചെക്ക് തന്നെയാണ്. ഇതിന്റെ ബ്ലൗസ് ഇത് തന്നെ. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കട്ടായി പോയി. എന്നോട് പറയാം, വീണ്ടും പറയാം. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ചുമ്മാ ക്യാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം പിന്നെയും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ബോട്ടിനൊക്കെ വെച്ച് ബാക്ക് ഓപ്പൺ ഒക്കെ വെച്ച് തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, കുറച്ചും കൂടെ രസം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ഹൈ റേറ്റഡ്, ഭയങ്കര അങ്ങനെയായിട്ടുള്ള സാരിയല്ല. പക്ഷെ ഒരു ലുക്കുണ്ട്, ഒറ്റ നോട്ടത്തിൽ ഒരു ഭയങ്കര ലുക്കുണ്ട്. ഒരു സാരി കൊളൊക്കെ വെച്ചിട്ട് കൊടുക്കാനാണെങ്കിൽ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.